2 തക്കാളി വെച്ചിട്ട് നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയാലോ. പിന്നെ ഈ ഒരു ടൊമാറ്റോ റൈസിന് പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതുപോലുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്താ കുക്കറിലോട്ട് എണ്ണ ഒഴിച്ച് അതിലോട്ട് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതാ അതിലോട്ടേക്ക് സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഒരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലോട്ടേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ടേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിള്ളേർ കഴിക്കുന്നത് കാരണം ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി അതിലോട്ടേക്ക് 2 തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 3-4 എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അതിലോട്ടേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ടേക്ക് 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിനു ശേഷം അതിലോട്ടേക്ക് അരി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ ജീരകശാല റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിപ്പോ ഞാനിവിടെ പറയുന്നത് 1.5 ഗ്ലാസ് അരിയുടെ അളവുകളാണ് കേട്ടോ. അപ്പൊ ഇത് അരിയൊക്കെ മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം അതിലോട്ടേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള തോതിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അങ്ങനെ ഇത് നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് സെറ്റ് ആവട്ടാം. അപ്പൊ ഇതുവരെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ അത്രയ്ക്കുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.